എന്നാ അങ്ങോട്ട് തുടങ്ങല്ലേ നമുക്ക്. ആൽഫ കിക്സിന്റെ നിരഞ്ജൻ ബൈജു ICSE ദേശീയ ചാമ്പ്യന് അഭിനന്ദനം. ഇവിടുത്തെ നിങ്ങളുടെ പുതിയ എന്തോ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടു. നമ്മള് തൃശ്ശൂര് ശക്തനില് ഈ വരുന്ന ഒക്ടോബർ 5-ാം തീയതി പുതിയൊരു ഇന്റർനാഷണൽ സെറ്റപ്പിൽ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. ഒത്തിരി നാളത്തെ ഡ്രീം ആയിരുന്നു ടൗണിൽ നമുക്കൊരു ക്ലാസ് വേണമെന്നുള്ളത്. ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ്. ഇത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അറിയാം, ചില്ലറക്കാരല്ല, കരാട്ടക്കാരാണ്. അപ്പോൾ നമ്മുടെ ഏറെ വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത സെൻസായി ഗിഫ്റ്റി മരിയ, നമ്മുടെ മലയാളം മനോരമ എന്ന് പറയുന്ന പത്രം ഒരു ദിവസത്തെ സൺഡേ സപ്ലിമെന്റിൽ ഒരു പേജ് മുഴുവൻ ഈ ഗിഫ്റ്റി മരിയ എന്ന് പറയുന്ന സെൻസായിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വിശേഷണങ്ങൾ ആവശ്യമില്ല. ഇവര് രണ്ടാളും സെലിബ്രിറ്റികളാണ്. സെൻസായി സഞ്ജയ്, നിരഞ്ജൻ എന്ന ICIC ചാമ്പ്യൻ അല്ലെ, ICIC ചാമ്പ്യനായ നമ്മുടെ നിരഞ്ജൻ ഗോൾഡ് മെഡലാണ്. എടുത്തിട്ട് പൊങ്ങണില്ല. ഗോൾഡ് മെഡൽ ഇട്ട് നിൽക്കണ നമ്മുടെ നിരഞ്ജനെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. സെൻസായി ഗിഫ്റ്റി മരിയ ഇതിന്റെ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും അല്ലെ. നമസ്കാരം. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ സെൻസായി ഗിഫ്റ്റി മരിയ തന്നെ പറഞ്ഞു. അതെ, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സെൻസായി ഗിഫ്റ്റി. ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മളെ തൃശ്ശൂർ ജില്ലേന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടെന്ന് പറയാം, ICSE നാഷണൽ സ്കൂൾ ലെവൽ ചാമ്പ്യൻഷിപ്പില് നമ്മളുടെ ആൽഫ കിക്സിന്റെ സ്വന്തം താരം നിരഞ്ജൻ ബൈജു ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഏകദേശം ഒരു 50 പേരടങ്ങുന്ന കേരള ടീമാണ് ICSE ദേശീയ മത്സരത്തിനായിട്ട് പോയിരുന്നത്. അവിടുന്ന് ആദ്യത്തെ സ്വർണ്ണ മെഡല്, നമ്മളുടെ കേരളത്തിന്റെ സ്വർണ്ണ മെഡൽ നമ്മുടെ നിരഞ്ജൻ ബൈജുവിൻ്റെതായിരുന്നു. ഈ ഒരു മത്സരത്തോടു കൂടി തന്നെ ഡിസംബറിൽ നടക്കുന്ന SGFI നടത്തുന്ന ദേശീയ സ്കൂൾ കായികമേള, നമുക്കറിയാം ഒത്തിരി അത്ലറ്റ്സിന് ഗവൺമെന്റ് ജോലിയും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനവും കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് ദേശീയ കായികമേള. ആ ദേശീയ കായികമേളയിലേക്ക് ഡയറക്റ്റ് സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു സുവർണ നേട്ടം എന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ഞങ്ങളുടെ സ്വന്തം ഒരു ശിഷ്യൻ ഇന്ന് കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ജാക്കറ്റ് അണിഞ്ഞ് ആ ഒരു മെഡൽ പൊസിഷൻ നേടിയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനവും ഉണ്ട്. താങ്ക് യു. എല്ലാവർക്കും വേണ്ടി നമ്മുടെ കേരളത്തിന്റെ ജാക്കറ്റ് ആണ് ഒന്ന് കാണിച്ചു തരാട്ടാ. നോക്കിയേ, അപ്പൊ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം മുത്താണ് നമ്മുടെ നിരഞ്ജൻ. ഇനി നിരഞ്ജൻ ഈ ആൽഫേര മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ ജാക്കറ്റ് ഇട്ടോടുകൂടി നമ്മുടെ കേരളത്തിന്റെ അഭിമാന താരമാരി. എനിക്ക് തന്നെ എന്തോ ഒരു ഇത് വരുന്നു മേത്ത്. അതുപോലൊരു മൊമെന്റിലാണ് ഞാൻ ഗിഫ്റ്റി മാമോട് നേരത്തെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും വല്ലാതെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നിരഞ്ജന്റെ കാര്യങ്ങൾ, ആ നടന്ന അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ ഉൾപ്പെടുന്ന ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും. എല്ലാവരും പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. 1 by 1 ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവരെ കുറിച്ച് പരിചയപ്പെടാം. ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ അധികം സംസാരമൊന്നുമില്ല, നമ്മള് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ICSE ദേശീയ ചാമ്പ്യൻ നിരഞ്ജൻ ബൈജുവിനെ സ്വീകരിക്കാനായിട്ട് തൊട്ടപ്പുറത്തേക്കുള്ള ഗ്രൗണ്ടിലേക്ക് സെൻസായിമാരായ ഗിഫ്റ്റി മരിയും സഞ്ജയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പട തന്നെ പുറപ്പെടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ജാഥയ്ക്കൊന്നും നമ്മുടെ നാട്ടിൽ ആളില്ല. ആ കാലത്താണ് ആ ഭാഗത്ത്, പനമുക്ക് ഭാഗത്ത്, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പനമുക്കിൽ എല്ലാവരും കരാട്ടക്കാരാന്ന് എനിക്ക് തോന്നണേട്ടോ. എല്ലാവരും മുൻപിൽ തന്നെ നമ്മുടെ നിറപുഞ്ചിരികളുമായിട്ട് സെൻസായി ഗിഫ്റ്റി തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്ര അങ്ങനെ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നുണ്ട് കേട്ടോ. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ നിരഞ്ജൻ ബൈജു ആ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എന്ത് രസമായിട്ടാണ് അവിടെ ഞങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അതേ വീഡിയോയിൽ കാണുന്നതാണ് നമ്മുടെ നിരഞ്ജൻ ബൈജും അവൻ്റെ അമ്മയാണ് കാണുന്നത്. അമ്മയും ഒരു കരാട്ടക്കാരി ഉണ്ടെന്ന് നോക്കിയേ. അമ്മയും മോനും കൂടി എന്താണ് അതിൻ്റെ ഒരു രസം നോക്കിയല്ലേ. രണ്ടാളും ഒരുമിച്ചത്. ആൽഫ കിക്സ് നിരഞ്ജൻ ബൈജു എന്ന ദേശീയ താരത്തിന് രാജകീയ സ്വീകരണം അവിടെ ഒരുക്കുകയാണ്. എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല. നോക്കി ആദ്യം മാലിട്ട് സ്വീകരിച്ചു, പിന്നെ അതേ ഷോളണിയിച്ച് സെൻസായിമാർ രണ്ടാളും കൂടി സ്വീകരിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിരഞ്ജൻ ബൈജുവിനെ എടുത്ത് പൊക്കി ഡോജോയിലെ എല്ലാ അംഗങ്ങളും കൂടിയിട്ട് അവരുടെ ആൽഫ കിക്സ് എന്ന ഡോജോയിലേക്കുള്ള ഒരു രാജകീയ യാത്ര.
അതാണ് ഇപ്പം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ താരം മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെടുത്തൊരു സെൽഫി ഇട്ട നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം നമ്മളുടെ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, നമ്മളുടെ ക്ലാസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നാഷണൽ പ്ലെയർ അല്ല, നാഷണൽ മെഡലിസ്റ്റ് രൂപം കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയ്യടി നമ്മുടെ പ്രിയപ്പെട്ട നിരഞ്ജനെല്ലാവരും കൊടുക്കാം. ഇത് എന്താണ് ഇത്ര പ്രിയപ്പെട്ടതാവാന്ന് ചോദിച്ചാൽ ഈ ആദ്യമായിട്ട് മെഡൽ കിട്ടിയ സംഭവം കൊണ്ടല്ല, മറിച്ച് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കേരളത്തിന് വേണ്ടി കളിച്ച് ഒരു മെഡൽ അടിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ കോച്ചുമാരുടെ പ്രശ്നം കൊണ്ടോ ഞങ്ങളുടെ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടും ഞങ്ങൾക്കത് സാധിച്ചിരുന്നില്ല. അന്ന് സാധിക്കാതെ പോയത് ഇന്ന് ഞങ്ങളുടെ മക്കളിലൂടെ നേടിയെടുക്കണ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് വാക്കുകളെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം സന്തോഷവും അഭിമാനവും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഈ അഭിമാനത്തിന് കാരണമായിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ട നിരഞ്ജനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ 28 സംസ്ഥാനങ്ങൾ കൂടി മത്സരിക്കുന്ന കോമ്പറ്റീഷനാണ് എന്ത് ഉറക്കെ ജ്യൂസ് കുടിക്കാതെ എന്താ 28 സംസ്ഥാനങ്ങൾ കൂടി മത്സരിക്കുന്ന കോമ്പറ്റീഷനാണ് ആ നാഷണൽ മത്സരത്തിലാണ് നമ്മുടെ നിരഞ്ജൻ ചേട്ടൻ എന്ത് മെഡൽ അടിച്ചത്. ഇതേപോലെ എല്ലാവരും നാഷണലും ഇന്റർനാഷണലും. ഈ ചേച്ചിക്ക് വേണ്ടത് നാഷണൽ അല്ല, ഇനി വേണ്ടത് എന്താ ഉറക്കെ കേരളത്തിന്റെ ജാക്കറ്റ് മാറി എന്തിന്റെ ജാക്കറ്റ് ആവണം. ഒരുപാട് സന്തോഷം. ഇവിടെ നമ്മുടെ ആൽഫ കിഡ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കുറച്ച് പാരൻസ് ഉണ്ടായിരുന്നു. ഞാനന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇനി നമ്മുടെ പിള്ളേർ പോവും, സ്റ്റേറ്റ് പോവും, നാഷണൽ പോവും, ഇന്റർനാഷണൽ പോവും. നിങ്ങൾക്കറിയാം ഞാൻ നല്ലൊരു പ്രാസംഗികനല്ല, എനിക്ക് അത്യാവശ്യം കുറച്ചേ സംസാരിക്കാൻ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നതിന്റെ ഹൃദയത്തിൽ തട്ടിയിട്ടായിരിക്കും. ഞാൻ അന്ന് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു നമ്മുടെ പിള്ളേർ എന്തായാലും പോവും, കേരളത്തിൽ നിന്ന് പോവും, നാഷണൽ മെഡൽ അടിച്ചിട്ടേ വരത്തുള്ളൂ. ഞാൻ പറയുന്ന ഒന്നും വെറുതെ ആക്കില്ല. ഇനിയും പോവും, ഇനിയും നമ്മുടെ പിള്ളേർ ഇവിടുന്ന് ഓരോ ആൾക്കാരും പോവും. ഇരിക്കുന്ന എല്ലാ പേരൻസിനും അഭിമാനവും. ഞാൻ ഉറപ്പ് പറയാം, ഇനിയും നമ്മുടെ പിള്ളേർ പോവും, നമ്മുടെ എല്ലാ പേരൻസിന്റെ അഭിമാനമായിട്ട് അവർ വരും. ഇതേപോലത്തെ ഒരുപാട് മെഡലുകൾ ഇനിയും നമ്മുടെ മുന്നിലേക്ക് വരും, ഉറപ്പായിട്ടും വരും. അതിന് പേരൻസ് മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മുടെ ആരൊക്കെ വിചാരിക്കണം? ആര് വിചാരിക്കണം? സാറാ, ഞാൻ വിചാരിച്ചാൽ മതിയാ? നമ്മുടെ കോളേജിൽ വന്ന് ഡെയിലി വന്ന് മാസങ്ങളോളം ചില
ചിലപ്പോ ഒറ്റയ്ക്ക് വേണ്ടവുള്ളൂ. ഒറ്റയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്താ ഒറ്റയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടും കൂടെ ആൾക്കാരെല്ലാവരും ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കുറെ അപകടം പറ്റിയിട്ടുണ്ട്. എന്താ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുന്നത്. എന്താ നിങ്ങൾക്കും അതേപോലെ തന്നെ പറ്റും. ഈ ഡോജോ ഞാൻ തുറന്നിട്ടുണ്ടാവും. ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഒരു മെഡലിലേക്ക് എത്തുള്ളൂ. വളരെ ചുരുക്കം കുറച്ച് കുട്ടികൾ മാത്രമാണ് അതനുസരിച്ചത്. ചുരുക്കം എന്ന് പറയുകയാണെങ്കിൽ ഒരു 6-7 കുട്ടികൾ. അതിലൊരാളായിരുന്നു നമ്മുടെ നിരഞ്ജൻ. ഏകദേശം ജൂൺ മാസം മുതൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസം ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഡെയിലി വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഉണ്ടാവില്ല. ഗൈഡൻസ് കൊടുക്കാൻ ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മറ്റു ക്ലാസ്സുകളിലേക്ക് പോകുന്ന തിരക്കിലായിരുന്നു. പക്ഷേ അവനിവിടെ വന്ന് ഒറ്റയ്ക്ക് അവൻ്റെ ട്രെയിനിങ് പാർട്ട്നേഴ്സായിട്ട് ഭഗത്, കുഞ്ഞു, ശരയൻ അങ്ങനെ ഒരു 5-6 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഡെയിലി പ്രാക്ടീസ് ചെയ്തതിൻ്റെ കൂട്ടായ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നിരഞ്ജൻ ഇവിടെ ഇരിക്കുന്നത്. നല്ലൊരു കൈയടി ആ കുട്ടികൾക്കും കൂടെ എല്ലാവരും കൊടുക്കണം. കാരണം ഒരാള് ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു മെഡല് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. ഒരു കുട്ടി ഒറ്റയ്ക്ക് വിചാരിച്ച ഒരിക്കലും ഒരു മെഡൽ പൊസിഷനിലേക്ക് എത്താൻ സാധിക്കില്ല. കോച്ച് വിചാരിക്കണം, പാരൻസ് വിചാരിക്കണം, ട്രെയിനിങ് പാർട്ട്നേഴ്സ് വിചാരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ കുട്ടിയുടെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒത്തുചേർന്ന് വന്നു. പിന്നെ നമുക്ക് നല്ല പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടി. അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒന്ന് ചേർന്ന് വന്നിട്ടാണ് ഇന്ന് ഇവിടെ ഈ സ്വർണ്ണ മെഡൽ എത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളം മൊത്തം മീഡിയ കവറേജ് കിട്ടേണ്ട ഒരു കാര്യമാണ്. കാരണം ICC ചാമ്പ്യൻഷിപ്പിൽ ഇവിടുന്ന് പോയ കേരള ടീമിന്റെ ആദ്യത്തെ സ്വർണ്ണ മെഡലാണ് ആൽഫ കിക്സ് മുല്ലക്കലിന്റെ ചാമ്പ്യൻ നിരഞ്ജൻ നേടിയെടുത്തത്. ഇതോടുകൂടെ നിങ്ങൾക്ക് പലർക്കും അറിയണ്ടോന്ന് അറിയില്ല, ഇന്ത്യൻ ICC ടീമിൽ നിരഞ്ജന് സ്ഥാനം കിട്ടി. ഒപ്പം ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ സ്കൂൾ കായിക മേളയില് ICC ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. 28 സംസ്ഥാനങ്ങളുടെ കൂടെ 29ാമത്തെ ടീമായിട്ട് ഇന്ത്യൻ ICC ടീമും ഉണ്ടാവും. ആ ICC ടീമിന് വേണ്ടി മത്സരിക്കാനുള്ള സെലക്ഷനും കൂടെ നമ്മളുടെ നിരഞ്ജന് കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു കാര്യം. കഴിഞ്ഞ കൊല്ലം നമ്മളുടെ ഗോഡ് ചേട്ടനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ മുന്നത്തെ കൊല്ലം ഇതേപോലെ ഗോഡ് ചേട്ടൻ നാഷണലിൽ പോയി. നമ്മളെല്ലാവരും കൂടെ ഗോഡ് ചേട്ടനെ ചേച്ചി എൻ്റെ അനിയനാണ് കേട്ടോ. അറിയാത്ത പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ സ്വന്തം ബ്രദറാണ്. അപ്പൊ ഗോഡ് ചേട്ടൻ ഇതേപോലെ നാഷണൽസ് പോയി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതേ നാഷണൽ മത്സരത്തിനാണ് നിരഞ്ജൻ ഈ വരുന്ന ഡിസംബർ 2nd വീക്കില് മധ്യപ്രദേശിൽ വെച്ച് നടക്കുന്ന ദേശീയ സ്കൂൾ കായിക മേളയില് ഇന്ത്യൻ ICC ടീമിന്റെ ജേഴ്സി അണിഞ്ഞ് നമ്മളുടെ നിരഞ്ജൻ മത്സരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന നിരഞ്ജന്റെ കൂടെ ഉണ്ടാവണം. ചേച്ചി വീണ്ടും പറയാണ് 3 കാര്യങ്ങള്. ഒരു നല്ല ചാമ്പ്യൻ ആവാൻ വേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ഇനി നല്ല ഉറക്കെ ഉഷാറായിട്ട് പറഞ്ഞേ. പ്രാക്ടീസ്. രണ്ടാമത്തെ കാര്യം എന്താ? പ്രാക്ടീസ്. മൂന്നാമത്തെ കാര്യം പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ആഴ്ചയിൽ 2 ദിവസം ചെയ്യേണ്ട കാര്യമല്ല കരാട്ടെ. 3 നേരം കരാട്ടെ തിന്നുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്. കരാട്ടെ തിന്നണ കണ്ടിട്ടോ നിങ്ങള്? ഒരു തവണ നാഷണൽ മത്സരം പോണം. അപ്പൊ ഈ കരാട്ടേനെ എങ്ങനെയാ തിന്നാന്നുള്ളത് കാണാം. ഇടിച്ച് ജ്യൂസ് ആക്കിയിട്ട് തിന്നലല്ല. എങ്ങനെയാ? ഒടുക്കത്തെ പ്രാക്ടീസാണ്. നിങ്ങൾ കണ്ടതിൽ വെച്ച് ഒരു ബെസ്റ്റ് പെർഫോമൻസുകാരായിരിക്കും ചേച്ചിയും സഞ്ജുവാട്ടൊക്കെ അല്ലേ? നിങ്ങൾ കണ്ട കരാട്ടക്കാരിൽ വെച്ച് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളായിരിക്കും ചേച്ചിയും ചേട്ടനും. ഞങ്ങൾ പോലും തോറ്റുപോയിട്ടുണ്ട്. മനസ്സിലായോ? ഞങ്ങൾ പോലും തോറ്റുപോയിട്ടുണ്ട്. അത്രയും പെർഫോമൻസ്, അത്രയും ഹാർഡ് വർക്ക് ഇന്ത്യയിൽ നിന്ന് നിരഞ്ജൻ ചേട്ടന്റെ സ്വന്തം കാഴ്ചവെക്കുന്നത്. അമ്മയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. കരാട്ടക്കാരായ അമ്മയും മോനാണ്. ഈ മോന്റെ ബാക്കിലുള്ള നെടുംതൂൺ എന്ന് പറയുന്നത് നല്ലൊരു കൈയാണ്. ഇവരില്ലെങ്കിൽ ഇന്ന് നിരഞ്ജൻ ഇവിടെ ഇല്ല. ഏറ്റവും ആദ്യം
ഞാൻ പറയും എന്നെക്കാളും കൂടുതൽ, കാരണം പാരൻസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എവിടെ എത്താൻ പറ്റില്ല. ഞാനിന്ന് ഇങ്ങനെ നിൽക്കണമെങ്കിൽ എൻ്റെ അച്ഛനമ്മയാണ് ഞങ്ങളെ ഏറ്റവും വലിയ കാരണം. സഞ്ജുവേട്ടൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ സഞ്ജുവേട്ടൻ്റെ അച്ഛനമ്മയാണ് ഞങ്ങളെ ഏറ്റവും വലിയ കാരണം. അതേപോലെ തന്നെ നിരഞ്ജൻ നമ്മുടെ എത്തി നിൽക്കണമെങ്കിൽ അത് വൈജുവേട്ടിയും ശില്പേച്ചിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും മോന് വേണ്ടി എല്ലാം ത്യജിക്കാൻ കാണിച്ച മനസ്സിൻ്റെയും ഫലമാണ്. ഇതേപോലെ ഓരോ പാരൻസിനും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റണം. താങ്ക് യു ശില്പേച്ചി ആൻഡ് വൈജുവേട്ടൻ. നാഷണൽ മെഡലിസ്റ്റിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഹലോ, എനിക്ക് സംസാരിച്ച ശീലമില്ല. പറയാനൊന്നുമില്ല. അവിടെ പോയപ്പോ റൂമൊന്നും നല്ല പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു നല്ല റൂം ആ സ്കൂളുകാരെ തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടത്തെ ഫൈറ്റിങ് കുഴപ്പമുണ്ടായിരുന്നില്ല. 3 റൗണ്ട് ഞാൻ ഫൈറ്റ് ചെയ്തു. 10 പേരുണ്ടായിരുന്നു കാറ്റഗറിയിൽ. എല്ലാ കളിയും എത്രയൊക്കെ ജയിച്ചു ഒന്നും ഓർമ്മയില്ല. ഇന്ന് കഴിഞ്ഞപ്പോ തലയിലൊന്നും ഉണ്ടായിരുന്നില്ല. ജയിച്ചോ ഇല്ലയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നിരഞ്ജന്റെ കളി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അവൻ അവിടെ സന്തോഷം പങ്കിടാനല്ല പോയേ, കളി കഴിഞ്ഞ സ്പോട്ടില് ഞങ്ങളെ വിളിക്കുക ചെയ്തത്. അത് തന്നെ കോച്ചുമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അവിടുന്ന് ഗിഫ്റ്റേച്ചി ഗോൾഡ് മെഡല്, ഞാനാണെങ്കിൽ ആകെ കിളി പോയ പോലെ ഞാനവിടെ സ്റ്റക്കായി. നിരഞ്ജൻ നീ പറയുന്നത് സത്യമാണോ? ഒന്നും കൂടി നോക്കിയിട്ട് പറയടാ. സത്യ ചേച്ചി, എനിക്ക് ഗോൾഡ് മെഡലാ. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ഞാനും ആകെ ബ്ലാങ്കായി, എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ നിരഞ്ജൻ സഫ്റ്റാക്കിയത്. ഓൾറെഡി കരച്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞതാ, ഇനി കരയാൻ കണ്ണീര് ബാക്കിയില്ല. അത്രയ്ക്ക് സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഒരാളെയും കൂടെ എടുത്ത് പറയാൻ ഇതിലുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഉത്തര. ഇങ്ങോട്ട് വയോ വയോ. നിരഞ്ജന്റെ കൂടെ നാഷണലിൽ പോയിരുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉത്തര. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, അതുകൊണ്ട് വിചാരിച്ചൊരു മെഡലിലേക്ക് എത്തിയില്ല. പക്ഷെ ഉത്തര നാഷണൽ കളിച്ച ദിവസം മുതൽ ഉത്തരന്റെ പേരിന്റെ കൂടെ നാഷണൽ പ്ലെയർ ഉത്തര എന്നുള്ള ഒരു ഡെസിഗ്നേഷനും കൂടെ കയറാണ്. നല്ലൊരു കരിയർ ഉത്തരയ്ക്ക് കൊടുത്തെല്ലാവരും. ഇവിടെ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം, നമ്മുടെ കേരളത്തിന് വേണ്ടി കളിച്ചു എന്നുള്ള ഭാഗ്യം എൻ്റെ 2 മക്കൾക്കും കിട്ടിയിരിക്കുകയാണ്. അതിന് നമ്മൾ എത്ര കൈയടിച്ചാലും മതിയാകില്ല. നമ്മളുടെ പോരായ്മകളെല്ലാം നമ്മൾ തിരുത്തി അടുത്ത ടൂർണമെന്റിൽ നമ്മൾ എന്ത് ചെയ്യും? എത്തും. അവിടെ അങ്ങനെ കേക്ക് കട്ടിങ് ആഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്താൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. നമ്മളിപ്പോൾ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയിലും കൂടി റീൽസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻസ്റ്റയും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നമ്മുടെ ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനൽ വന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും കേക്കും ജ്യൂസൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വേറെ ലെവൽ പ്രാക്ടീസ് സ്റ്റാർട്ടാവും.
ഇവിടുത്തെ നിങ്ങളുടെ പുതിയ എന്തോ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടു. നമ്മള് തൃശ്ശൂര് ശക്തനില് ഈ വരുന്ന ഒക്ടോബർ 5-ാം തീയതി പുതിയൊരു ഇന്റർനാഷണൽ സെറ്റപ്പിൽ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. ഒത്തിരി നാളത്തെ ഡ്രീം ആയിരുന്നു ടൗണിൽ നമുക്കൊരു ക്ലാസ് വേണം എന്നുള്ളത്. ഒരു മിനിറ്റ് കേട്ടാ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ തൃശ്ശൂര് ശക്തനില് അല്ലെ, ശക്തന്റെ അടുത്ത്, ശക്തൻ സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ട്. ശക്തൻ സ്റ്റാൻഡിന് തൊട്ടടുത്ത് പറഞ്ഞാൽ എല്ലാവർക്കും യാത്രാ സൗകര്യം എളുപ്പമുള്ള സ്ഥലമാണ്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡില് നമ്മുടെ തൃശ്ശൂരിന് അഭിമാനമായിട്ട് വീണ്ടും സെൻസായി ഗിഫ്റ്റിയുടെ വക ഒരു സംഭാവന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാനും ഒരു കരാട്ടെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഇതൊരു സംഭാവന എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് അല്ലെ, എന്നാണ് വരുന്നത്? ഒക്ടോബർ 5-ാം തീയതി. ഒക്ടോബർ 5-ാം തീയതി. അപ്പൊ എല്ലാവരും പോരെ അല്ലെ? അപ്പൊ എല്ലാവരും ഇതേ ഗിഫ്റ്റി മാം ക്ഷണിക്കാണ് അല്ലെ? നമ്മുടെ വീഡിയോയില് പങ്കാളിയാവാന്നുള്ളതാണ്. ഒക്ടോബർ 5-ന് ഒരു ഇന്റർനാഷണൽ നിലവാരമുള്ള ഇത് തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് അല്ലെ? അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. പിന്നെ എന്താണ് നമ്മുടെ ഈ ആളെ കുറിച്ച് എന്തോ ഇത് നമ്മളുടെ സ്വന്തം നാഷണൽ പ്ലെയർ ആണ്. ഈ കഴിഞ്ഞ ICSE ദേശീയ ചാമ്പ്യൻഷിപ്പില് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിരഞ്ജൻ ബൈജു. അപ്പൊ നമ്മുടെ ഒരു മിനിറ്റ്, നമ്മുടെ നിരഞ്ജന്റെ കൂടെ പോയായിരുന്നു. നിരഞ്ജന്റെ കൂടെ ചില്ലറക്കാരിയല്ല, ഒരു നാഷണൽ പ്ലെയർ ആണ് അല്ലെ? നാഷണൽ പ്ലെയർ എന്ന് പേരിന്റെ കൂടെ ഇനി ഉണ്ടാവും. അപ്പൊ പേരൊന്ന് പറഞ്ഞേ. കൺഗ്രാചുലേഷൻസ്. എന്താണ് ആള് ഒരു ഇതുപോലെ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. മെഡൽ എന്തായാലും കൊണ്ടുപോകണം എന്നുള്ള വാശിയിലാണ് ആളിരിക്കണേ. നാഷണൽസ് ആൾക്ക് പെർഫോമൻസ് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു പോയി. അപ്പൊ അടുത്ത ഡിസ്ട്രിക്ട് സ്റ്റേറ്റിൽ അത് നികത്തി അടുത്ത നാഷണലില് ഗോൾഡ് മെഡൽ ആയിട്ട് പോരാനുള്ള തീവ്ര തയ്യാറെടുപ്പിലാണ് ഉത്തര. അപ്പൊ ഞാൻ വീണ്ടും പറയാം, അവര് ഡോജോല മത്സരത്തില് തോറ്റ വിഷമത്തിലല്ല ഇട്ടിരിക്കണേ. നാഷണൽ അല്ല, നമ്മളൊക്കെ ഡോജോല് തോറ്റുള്ള വിഷമത്തിലാണ് വീട്ടിൽ പോവാറ്. നാഷണൽ ലെവലിലുള്ള മത്സരത്തിന് പങ്കെടുത്തത് ഇന്ത്യ പോലത്തെ ഇത്ര വലിയൊരു രാജ്യത്തിന്റെ നാഷണൽ മത്സരത്തിന് തോറ്റു എന്ന ഒരു വിഷമാണ് ഈ കുട്ടിക്ക്. നിങ്ങൾക്ക് ആർക്കും എങ്ങനെ തോന്നുന്നു? അതൊരു വിഷമാണോ? ഒരു അഭിമാനല്ലേ അല്ലേ? ഡോജോലാണോ തോറ്റത്? അടിപൊളി. ഇതൊന്നും ഒരു തോൽവിയല്ല. നമ്മളെ പോലുള്ള ഒരു ഡോജോല് തോൽക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പൊ നല്ല ഇതായിട്ട് കൺഗ്രാചുലേഷൻസ് ഒരിക്കൽ കൂടി. അടിപൊളിയായിട്ട് വരട്ടെ. അപ്പൊ എല്ലാവരും നോക്കി വെച്ചോട്ടെ ഇയാളെ. അപ്പൊ ഇയാള് അടുത്ത മത്സരങ്ങൾക്ക് ഇനിയും ഉണ്ടാവും അല്ലെ? വീണ്ടും വീണ്ടും ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും നോക്കി വെക്കുക കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? ഗിഫ്റ്റി മാം എങ്ങനെയുണ്ട്? നിങ്ങളുടെ സഞ്ജയ് സാറും ഗിഫ്റ്റി മാം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? പൊളി. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ ഓക്കെ. ലിറ്റിൽ കിങ്ഡം ഓഫ് ജോയ് യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു അവസരം തന്ന ആൽഫ കിക്സിന്റെ സാരഥികളായ സെൻസായി സഞ്ജയ്, സെൻസായി ഗിഫ്റ്റി മരിയ, അതുപോലെ അവിടെ ഡോജോയിലുള്ള എല്ലാ കുട്ടികൾ, അവരുടെ പേരൻസ് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.